ബേസിലാണ്. ഞാനങ്ങനെ മറിയാമ്മയായിട്ട് ഫോൺ വിളിയൊക്കെ തുടങ്ങി കൂട്ടുകാരെ. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന നല്ല കട്ട കമ്പനി, നല്ല നല്ല സൂപ്പർ കൂട്ടുകാരി. ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ചെറുതായിട്ടൊരു സ്നേഹം, പ്രണയം എന്നൊക്കെ ഉള്ളത് വന്നു തുടങ്ങി. അപ്പൊ എനിക്ക് പുള്ളിക്കാരിയുടെ അടുത്ത് ഇത് പറയണം. പക്ഷെ എൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയാ. പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ ഹോസ്പിറ്റൽ ഫീൽഡിൽ നേഴ്സുമാരാണ്. ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്തും അവർ ആ ഒരു റേഞ്ചിലാണ് പെരുമാറുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം എൻ്റെ ഫാമിലിയുടെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഇപ്പൊ എന്നോട് എന്തെങ്കിലും സിമ്പതി തോന്നിയിട്ട് ഈ പുള്ളിക്കാരി എന്നോട് നന്നായിട്ട് കൂട്ടുകൂടുന്നതാണോ, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ നല്ലൊരു ഫ്രണ്ടായിട്ട് കണക്കൂട്ടുന്നതാണോ? അപ്പൊ ഞാൻ പോയിട്ട് എൻ്റെ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ ഒരു മോശക്കാരനായി മാറുമോ? അത് എന്നിട്ട് നേരെ അവള് അന്നേരം പോയിട്ട് ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ ബന്ധുക്കാരുടെ ഇടയിൽ മൊത്തം അത് പാട്ടാവും എന്നൊക്കെ പേടിച്ചിട്ടാണ് കൂട്ടുകാരെ ഞാൻ അവളോടൊന്നും മിണ്ടാതെ ഇങ്ങനെ പോയി. ഇങ്ങനെ പോകുന്ന സമയത്ത് കൂട്ടുകാരെ എനിക്ക് ലൈസൻസ് കിട്ടുന്നത്. ഈ ലൈസൻസ് കിട്ടിയപ്പോൾ നമുക്ക് എന്തെന്നുള്ള ഇല്ലാത്തൊരു കോൺഫിഡന്റ്, ഇനി എനിക്ക് ജീവിക്കാം. അത്ര നാളത്തെ പോലെയല്ല. ഞാൻ ലൈസൻസ് കിട്ടി, ഞാൻ അവളെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഞാൻ ഐഡിയ എനിക്ക് ഇതിനോടൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ എന്നെ ഏട്ടായി, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഇത്രയും പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ 1.5-2 മാസമാകാൻ പോകുന്നു. നിന്റെ സ്വഭാവവും നിന്നെ കുറിച്ച് ഞാൻ അവിടെ അന്വേഷിച്ചു. എല്ലാ കാര്യങ്ങളും എനിക്ക് നിന്റെ ക്യാരക്ടറിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് നിന്നെ കല്യാണം കഴിച്ചാൽ കുഴപ്പമില്ല എന്നുണ്ട്. അവളപ്പോൾ ഒരു സെക്കൻഡ് ഇങ്ങനെ സൈലന്റ് ആയിട്ടിരുന്നിട്ട് അവൾ പറഞ്ഞു, ചേട്ടായി, എനിക്ക് ചേട്ടായിനെ ഇഷ്ടമാണ്, ചേട്ടാനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ചാച്ച എൻ്റെ ചാച്ച ഞങ്ങൾ 3 പെൺപിള്ളേരാണ്. ഞങ്ങളെ 3 പേർക്കും പഠിപ്പ് തരാനായിട്ടും ചേച്ചിയുടെ കല്യാണം കഴിക്കാനാണെങ്കിലും എന്നെ ഇപ്പോൾ നഴ്സിംഗ് പഠിപ്പിച്ചാണെങ്കിലും എല്ലാം ചാച്ച വയറും മുറുക്കി ഉടുത്തിട്ടാണ്, അത്രയും കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. ആ ചാച്ച സമ്മതിക്കുകയാണെങ്കിൽ എനിക്ക് ചേട്ടായിനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാന്ന് പറഞ്ഞു. എൻ്റെ കൂട്ടുകാരി, എനിക്കത് കേട്ടപ്പോൾ എനിക്ക് ഒന്നുകൂടി എൻ്റെ മനസ്സിൽ സന്തോഷമായി. അപ്പനെയും അമ്മേനെയും സ്നേഹിക്കുന്ന ഒരു മോളെയും കൂടിയാണല്ലോ എനിക്ക് കിട്ടിയത്. എൻ്റെ കൂട്ടുകാരെ, ഞാൻ അന്ന് വൈകുന്നേരം പോയിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം കാലത്ത് ഞാൻ അവളോട് ചോദിച്ചു, നിന്റെ പപ്പയുടെ നമ്പർ ഇതായി. എൻ്റെ കൂട്ടുകാരെ, ഞാൻ ചാച്ചനെ വിളിക്കുകയാണ്. ചാച്ചനെ വിളിച്ചിട്ട്, ചാച്ചേ, എൻ്റെ ഒരു ബേസിൽ, എൻ്റെ വീട് തൃശ്ശൂരാണ്, ഞാനിപ്പോൾ കുവൈറ്റിൽ ഹെവി ട്രക്ക് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാണ്. ചാച്ചേ, ഞാൻ ചാച്ചയുടെ മോളെ ഫേസ്ബുക്കിൽ കണ്ടു, സംസാരിച്ചു, എനിക്ക് അവളുണ്ട്. അവളോട് ചോദിച്ചപ്പോൾ അവൾ ചാച്ചയോട് ചോദിക്കാനോ പറഞ്ഞേ. ഇത് പറഞ്ഞപ്പോൾ ചാച്ച എന്നോട് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട് കൂട്ടുകാരെ. ഒരു പെൺകൊച്ചിൻ്റെ അപ്പൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ കൂട്ടുകാരെ ഒരു ബിഗ് സല്യൂട്ട് ആ മനുഷ്യൻ. കൂട്ടുകാരെ, എൻ്റെ വീഡിയോയ്ക്കായി കാത്തിരിക്കുക. കാണാം.